എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ രണ്ട് പ്രമുഖമായ ചാണക സംഘികളാണ് ടി മോഹൻദാസ്. മോഹൻദാസ് എന്നുള്ള പേര് മാറ്റി ചാണകം മോഹൻദാസ് എന്നോ സംഘി മോഹൻദാസ് എന്നോ നമുക്കാക്കാം. അടുത്തത് ചാണകം ജയശങ്കർ അല്ലെങ്കിൽ സംഘി ജയശങ്കർ. ഇവർ രണ്ടുപേരുമാണ് കേരളത്തിലെ മീഡിയകളിൽ സംഘികൾക്ക് വേണ്ടി സംഘികൾ എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനകൾ എന്ന് പറയുന്നത് തന്നെ തീവ്രവാദ ഗ്രൂപ്പാണ്. അപ്പൊ അവരൊന്നും തീവ്രവാദികളല്ല. അവർ രാജ്യസ്നേഹികളാണ്, ദേശസ്നേഹികളാണ്, രാജ്യത്തിന് വേണ്ടി പടപൊരുന്നവരാണ്. എന്താ തെമ്മാടിത്തരമാണ് ഈ വയസ്സന്മാരായ രണ്ടുപേരും. ഞാനും വയസ്സനായ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഈ മോഹൻദാസിന്റെ സൗണ്ട് വരെ വിറയ്ക്കുന്നുണ്ട്. എന്നിട്ടും കുഴി കിടക്കാൻ നേരത്ത് ആളുകൾക്ക് നന്മ പറയേ മനുഷ്യരെ ഭിന്നിപ്പിക്കാതിരിക്കുക ചെയ്യുന്നതിന് പകരം ഈ ആളുകളിൽ വിഭാഗീയതയും വിദ്വേഷവും വെറുപ്പും അതെന്ന് പറയുന്നത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുക, ശത്രുത ഉണ്ടാക്കുക, വിഭാഗീയത ഉണ്ടാക്കുക, വംശീയത ഉണ്ടാക്കുക, മതപരമായ ഭിന്നത ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കൊയ്യുക. ഇതാണ് അവന്മാരുടെ ജോലി. അപ്പൊ ഇവർക്ക് ഈ വയസ്സാം കാലത്ത് പൈസ ഉണ്ടാക്കി എന്തിനാണ്, ആർക്ക് കൊടുക്കാനാണ് നിങ്ങൾ ഈ പൈസ ഉണ്ടാക്കുന്നത്? ചാണക സംഖ്യ ആയിരുന്നാലും ശരി, പിന്നെ ജയശങ്കർ ആയിരുന്നാലും ശരി. ജയശങ്കർ നായരാണ്, ഇവൻ ഏതാണെന്ന് അറിഞ്ഞുകൂടാ. ഈ ടി അവനും നായർ തന്നെ ആയിരിക്കും. നായന്മാരിൽ ഒരു 50% പേര് സംഘികളാണ്. അവർ കടുത്ത RSSകാരാണ്. അവരെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളൂല. എന്തായാലും ശരി, ഈ സംഘികൾ ഇപ്പോ പറയുന്നത് കേരളത്തിൽ 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തു. അതിന് പ്രതികരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മൊത്തം, അതായത് സംഘികൾ ഒഴിച്ച് ബാക്കി എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി അതിനെ എതിർത്തു. അത് എതിർക്കാൻ പാടില്ല. മുസ്ലിങ്ങൾ അതിൽ നുഴഞ്ഞു കയറി, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആ പ്രകടനങ്ങൾ ഹൈജാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. SDPI ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ സംഘടനയാണ്. ഇവനൊന്നും വിവരം വേണ്ടേ? വയസ്സായാലും ഒന്ന് ചരിത്രം പഠിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരമുണ്ടെന്ന് അറിയണം. അതൊന്നും അറിയാതെ വന്നിരുന്ന് SDPI നിരോധ സംഘടന, തീവ്രവാദ സംഘടന. അങ്ങനെയാണെങ്കിൽ RSS ആണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നവന്മാര് അപ്പൊ തീവ്രവാദികളല്ല. രാജീവ് ഗാന്ധിയെ കൊന്നവരാരാണ്? അവര് രാഷ്ട്രീയ സ്നേഹികളാണ്. ഇന്ദിരാഗാന്ധി വെടിവെച്ചു കൊന്നവരാണ്, അതും രാഷ്ട്ര സ്നേഹികളാണ്, ദേശസ്നേഹികളാണ്. അപ്പോ ഇവരാരും മുസ്ലിങ്ങളല്ല. ഈ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നവരാരും മുസ്ലിങ്ങളല്ല. ഇവനൊക്കെ നേരം വെളുത്തിട്ടില്ല. അപ്പൊ ഇവർ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് മുസ്ലിങ്ങൾക്കെതിരെ. ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിച്ചു. ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം മാത്രമല്ല, അതായത് അനീതിയും അക്രമവും എവിടെ കാണുന്നു അതിനെതിരെ പ്രതികരിക്കണം. അതൊരു മുസ്ലിമിന്റെ കടമയാണ്. അവനത് ചെയ്തിരിക്കും. അത് ആരും പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. അപ്പോൾ അത് മനസ്സിലാക്കണം. വയസ്സാം കാലത്തെങ്കിലും അടങ്ങി ഒതുങ്ങി കഴിയണം. ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പും അക്രമവും വംശീയതയും വിഭാഗീയതയും ഈ ജാതി സ്പർദ്ധയും ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്നാണ് എനിക്ക് ഈ 2 വയസ്സന്മാരടുത്തും പറയാനുള്ളത്. പൈസയൊക്കെ മനുഷ്യനുണ്ടാവും, അത് അതേപോലെ നശിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു രോഗം വന്നാൽ നീ ഒന്നും പുഴുത്ത് ചാവും. അപ്പൊ ആരും നോക്കാൻ കാണില്ല, വീട്ടുകാർ പോലും കാണില്ല, എല്ലാവരും വെറുക്കും. അപ്പോ മരിച്ചു കഴിയുമ്പോൾ ആൾ പറയും ചെയ്യും, ഓ ഒരു നാശം ഒഴിഞ്ഞു. അങ്ങനെ പറയിക്കാൻ ഇടവരുത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ പറയിക്കാൻ ഇടവരുത്തരുത്. കാരണം നല്ല മനുഷ്യനാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കണം. അതിനു വേണ്ടി ശ്രമിക്കണം. അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയതയും വംശീയതയും അക്രമവും ജാതി സ്പർദ്ധയും ഉണ്ടാക്കുന്ന ഈ ചാനൽ ചർച്ചകളിൽ നിന്ന് നല്ല മര്യാദയ്ക്ക് സംസാരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവരെ ഇല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെങ്കിലും ഇവരത് പറഞ്ഞ് ഉപദേശിച്ച് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.